മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് നാരായണീയം 69ാമത്തെ ദശകത്തിൽ 4ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം. അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി. ശ്ലോകം: വേണുനാദകൃതതാനദാനകളഗാനരാഗഗതിയോജനാലോപനീയ മൃദുപാദ പാദകൃതതാളമേളന മനോഹരം പാണിസംഗണിതകങ്കണം ച മുഹുരം സലംബിതകരാംബുജം ശ്രോണിബിംബചലദംബരം ഭജതരാസകേളിരസഡംബരം. രാസക്രീഡ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഭഗവാന്റെ വർണ്ണിക്കുകയാണ് ഈ ശ്ലോകത്തിൽ ചെയ്യണത്. ഭഗവാന്റെ വർണ്ണനയാണ്. ആ രാസക്രീഡയുടെ സമയത്തുള്ളതായിട്ടുള്ള ഭഗവാനെ വർണ്ണിക്കുകയാണ്. ഭജത രാസകേളിരസഡംബരം എന്നാണ് അതിൻ്റെ ക്രിയ. ഭജത, ഭജിക്കുവിൻ. ഭക്തജനങ്ങളോട് പറയുകയാണ്, അല്ലെങ്കിൽ സാമാന്യ ജനങ്ങളോട് പറയുകയാണ്. ഭജത, നിങ്ങൾ ഭജിക്കുവിൻ. ആരെ, എന്തിനെയാണ് ഭജിക്കേണ്ടത്? രാസകേളിരസഡംബരം. രാസകേളിയിലുള്ളതായിട്ടുള്ള രസം, രാസക്രീഡയിലുള്ളതായിട്ടുള്ള ആ രസത്തിൻ്റെ പരമമായിട്ടുള്ള ആധിക്യം. ഡംബരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആധിക്യം, പരിപൂർണമായിട്ടുള്ള അവസ്ഥ. ആ ക്രീഡയിലുള്ളതായിട്ടുള്ള ഭഗവാന്റെ രസം, ആ രസത്തിൻ്റെ ആധിക്യം, ആ ആധിക്യത്തെ നിങ്ങൾ ഭജിക്കുവിൻ. പരിപൂർണമായിട്ടുള്ള ഭഗവാന്റെ ആ രസത്തോടു കൂടിയതായിട്ടുള്ള രാസക്രീഡയെ നിങ്ങൾ മനസ്സിൽ ഭജിക്കുവിൻ എന്ന്. അപ്പോൾ അതാണ് അവിടെ പറയണത്. ആ രാസകേളി രസഡംബരം, അതിൻ്റെ മൂർച്ഛാവസ്ഥ എന്നുള്ളതാണ് ഇവിടെ പറയണത്. ഏറ്റവും വലിയതായിട്ടുള്ള ഒരു ആ സന്തോഷത്തിൻ്റെ ആനന്ദ അതിരേകം, അതിനെ നിങ്ങൾ ഭജിക്കുവിൻ എന്നാണ് അവിടെ. ഭജിക്കേണ്ട കർമ്മം, രാസക്രീഡയിലുള്ളതായിട്ടുള്ള ആനന്ദ അതിരേകം, അതോടുകൂടിയ മൂർച്ച, അതിനെയാണ് ഇവിടെ ഭജിക്കാൻ പറയണത്. ഭഗവാന്റെ ആ ആനന്ദാതിരേകത്തെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുവിൻ എന്നാണ്. ഇനി ബാക്കിയൊക്കെ അതിനെ വർണ്ണിക്കുകയാണ്. എങ്ങനെയൊക്കെയാണ് ആ ഭഗവാൻ അപ്പോൾ ആ സമയത്തുള്ളത് എന്നുള്ളത്. വേണുനാദകൃതം, വേണുനാദം, മുരളി രവം. ആ മുരളിയുടെ രവം ഓടക്കുഴലിൽ വിളിക്കുന്നുണ്ട് ഭഗവാൻ എന്നുള്ളതാണ്. ആ ഓടക്കുഴൽ വിളിച്ചുകൊണ്ടാണ് നൃത്തം ചെയ്യുന്നത്. വേണുനാദകൃതം, അതുകൊണ്ട് ചെയ്യുന്നതായിട്ടുള്ള കൃത താനദാനം, താനത്തിൻ്റെ ദാനം. ദാനം വെച്ചാൽ നൽകൽ, കൊടുക്കൽ. താനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ സപ്തസ്വരങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ സപ്തസ്വരങ്ങളുടെ മനോഹാരിത വേണ്ട വിധത്തിലുള്ളതായിട്ടുള്ള ഓരോരോ ഓടക്കുഴൽ നാദം കൊണ്ട് ഇതിനെ വ്യക്തമാക്കിക്കൊണ്ട്, സപ്തസ്വരങ്ങളെയൊക്കെ വളരെ വ്യക്തമാക്കിക്കൊണ്ട് ഉള്ളതായിട്ടുള്ള അത് വ്യക്തമാക്കണുണ്ട്. ഏത്? ഈ മുരളീനാദം കൊണ്ട്. അങ്ങനെ മുരളീനാദം കൊണ്ട് വ്യക്തമാക്കപ്പെട്ടതായിട്ടുള്ള, മധുരമാക്കപ്പെട്ടിട്ടുള്ളതായിട്ടുള്ള സ്വര വിന്യാസങ്ങളോട് കൂടിയ കളഗാനം, അതിമനോഹരമായിട്ടുള്ള വ്യക്തമായിട്ടുള്ളതായിട്ടുള്ള ഗാനം. ആ ഗാനം പാട്ട് പാടുന്നുണ്ട്, ഗോപസ്ത്രീകളുടെ പാട്ട് പാടലുണ്ട്. അപ്പോൾ അതിൻ്റെ ഒപ്പം ഇദ്ദേഹത്തിൻ്റെ ഓടക്കുഴൽ നാദം, അപ്പോൾ അതിൻ്റെ ആ സ്വരത്തിനെ സ്വരത്തിലുള്ളതായിട്ടുള്ള ഗാനത്തിനെ അവിടെ അതിമനോഹരമാക്കി തീർക്കുന്നു ഈ ഓടക്കുഴൽ നാദം, മുരളീനാദം എന്നാണ് പറയുന്നത്. അങ്ങനെ ഗാനരാഗഗതി, ആ ഗാനങ്ങളുടെ രാഗം, ആ രാഗത്തിൻ്റെ ഗതിയോടുകൂടി യോജിപ്പിക്കുന്നതായിട്ടുള്ള യോജന മൂലം, അതിനോടുള്ളതായിട്ടുള്ള യോജിപ്പ് മൂലം ഗാനരാഗഗതിയോജന ലോഭനീയ ലോഭനീയമായിട്ടുള്ള, അതുകൊണ്ട് അതിമനോഹരമായിട്ടുള്ള അനുഭവയോഗ്യമായിട്ടുള്ളതായിട്ടുള്ള ലോഭിപ്പിക്കുന്നതായിട്ടുള്ള, അതായത് കൊതിപ്പിക്കുന്നത് എന്നൊക്കെയാണ് അവിടെ അർത്ഥം. അതായത് അതിമനോഹരമായിട്ടുള്ള ലോഭനീയ പാദകൃത താളമേളന മനോഹരം. അങ്ങനെ അതുകൊണ്ട് അതിനോടുകൂടി യോജിപ്പിച്ചത് കൊണ്ട്, ഈ ഗാനത്തിനോടുകൂടി യോജിപ്പിക്കുന്നത് കൊണ്ട് മൃദുപാദങ്ങൾ, അദ്ദേഹത്തിൻ്റെ
മൃദുവായിട്ടുള്ള പാദവിന്യാസങ്ങൾ, പാദത്തിൻ്റെ വിന്യാസങ്ങൾ, പാദങ്ങൾ വയ്ക്കൽ, ആ പാദകൃത താളമേളന മനോഹരം. ആ കാലിൻ്റെ ചുവടുവയ്പ്പ്, ആ ചുവടുവയ്പ്പ് താളത്തോടു കൂടിയതാണ്. ഈ ഗാനത്തിന് അനുസരിച്ചിട്ടുള്ളതായിട്ടുള്ള താളത്തോടു കൂടിയുള്ളതായിട്ടുള്ള ചുവടുവയ്പ്പ്. താളമേളന മനോഹരം. അങ്ങനെ ആ താളമേളനം കൊണ്ട്, താളം ഈ ഗാനത്തിനോട് ചേർന്നതുകൊണ്ട് മനോഹരമായിട്ടുള്ളതും, അതൊക്കെ രാസകേളി രസഡംബരത്തിൻ്റെ വിശേഷണമാണ്. ഇനി പാണി സങ്കുണിത കങ്കണം. പാണിയിൽ, കൈകളിൽ സങ്കുണിതമായിരിക്കുന്ന, ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള കങ്കണത്തോടു കൂടിയത്, വള. ആ പാണി സങ്കുണിതമായിട്ടുള്ള, പാണിയിൽ സങ്കുണിതമായിട്ടുള്ള, അതായത് ഇതിൻ്റെ സമയത്ത് ഓടക്കുഴൽ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഈ വളകൾ കയ്യിൽ കിടന്ന് കുലുങ്ങുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പാണിയിൽ സങ്കുണിതമായിട്ടുള്ള, ശബ്ദിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള കങ്കണങ്ങളോട് കൂടിയതും. പാണി സങ്കുണിത കങ്കണം ച മുഹുരംസലംബിത കരാംബുജം. മുഹുഹു, കൂടെ ഇടയ്ക്കിടയ്ക്ക് വീണ്ടും വീണ്ടും, അംസലംബിത കരാംബുജം, അംസങ്ങളിൽ, അതായത് ഗോപസ്ത്രീകളുടെ തോളത്ത് വയ്ക്കപ്പെട്ടതായ ലംബിതമായിട്ടുള്ള, അതിൽ തങ്ങി നിൽക്കുന്നതായിട്ടുള്ള, വയ്ക്കപ്പെട്ടിട്ടുള്ളതായിട്ടുള്ള കരാംബുജത്തോടു കൂടിയതും. കൂടെ അംബുജം പോലെയുള്ള, താമരം പോലെയുള്ള കൈകൾ ഗോപസ്ത്രീകളുടെ തോളത്ത് വയ്ക്കുന്നുമുണ്ട്. ഇങ്ങനെ ഈ ആകപ്പാടെ കൂടിയിട്ടുള്ളതായിട്ടുള്ള ഒരു മുരളീനാദം, അതുകൊണ്ടുണ്ടാവുന്നതായിട്ട്, അതോടുകൂടി യോജിപ്പിച്ച് വരുന്നതായിട്ടുള്ള ഗാനങ്ങൾ, ആ ഗാനത്തിൻ്റെ അനുസരിച്ച് യോജിപ്പിച്ചു കൊണ്ടുള്ളതായിട്ടുള്ള താളമേളങ്ങൾ, പദവിന്യാസത്തോടു കൂടിയതായ താളമേളങ്ങൾ, ഇങ്ങനെ എല്ലാം ചേർന്ന് ഉള്ളതായിട്ടുള്ള ആ ഡംബരം. അതിൻ്റെ സമയത്ത് ഈ ഗോപസ്ത്രീകളുടെ ഇടയ്ക്കിടയ്ക്ക് അവരുടെ തോളത്ത് കൈ വയ്ക്കുന്നുണ്ട്, തൻ്റെ കരാംബുജത്തെ തോളത്ത് അർപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ അതിമനോഹരമായിട്ടുള്ള ആ രാസകേളി ഡംബരത്തെ ഭജിക്കുവിൻ നിങ്ങൾ എന്നാണ് ആ ശ്ലോകത്തിൻ്റെ. അതൊന്നും കൂടി അത് പറയാം. അതൊറ്റ പദമാണ്. ഏതാ? വേണുനാദകൃത താനദാന കളഗാനരാഗഗതി യോജനാലോഭനീയ പാദകൃത താളമേളന മനോഹരം എന്ന് ആ രണ്ട് പാദങ്ങളും ഒറ്റ സമസ്ത പദമാണ്. ആ സമസ്ത പദം ഒരു ഒന്നിച്ചുള്ളതായിട്ടുള്ള, അത്ര ദീർഘമായിട്ടുള്ളൊരു സമസ്ത പദമാണ്. ആദ്യത്തെ രണ്ട് വരിയും കൂടിയിട്ട് ഒറ്റ പദമാണ്. പിന്നെ പാണി സംഗുണിത കങ്കണം എന്ന് വേറെ, മുഹുഹു അംസലംബിത കരാംബുജം, ശ്രോണിബിംബജലദംബരം ഒക്കെ വേറെ വേറെ. ഭജത രാസകേളിരസ ഡംബരം എന്ന്. ആദ്യത്തെയാണ് വലിയൊരു സമാസമാണ്. വേണുനാദം, വേണുവിൻ്റെ നാദം, മുരളീനാദം. ആ മുരളീനാദം കൊണ്ട് കൃതമായിട്ടുള്ള, ചെയ്യപ്പെട്ടതായ താനദാനം, ആ സ്വരവിന്യാസങ്ങൾ, അതെല്ലാം വേണ്ട വിധത്തിൽ യോജിപ്പിച്ചുകൊണ്ട് പോരുന്നുണ്ട് ഈ വേണുനാദം കൊണ്ട്, മുരളീനാദം കൊണ്ട്. അങ്ങനെയുള്ളതായിട്ടുള്ള ഗാനരാഗം, കളമായിട്ടുള്ള, മനോഹരമായിട്ടുള്ള, ശുദ്ധമായിട്ടുള്ളതായിട്ടുള്ള ഗാനം, സംഗീതം. ആ ഗാനരാഗം, ആ സംഗീതത്തിൻ്റെ രാഗത്തിൻ്റെ ഗതി, ആ ഗതിക്ക് യോജിപ്പിച്ചു പോകുന്നതായിട്ടുള്ള, ഗാനത്തിൻ്റെ ഗതിക്ക് യോജിപ്പിക്കുന്നത് കൊണ്ട് എന്താണ് യോജിപ്പിക്കുന്നത്? യോജനാലോഭനീയം. അതുകൊണ്ട് ലോഭനീയമായിട്ടുള്ള, മനോഹരമായിട്ടുള്ള മൃദുവായിട്ടുള്ള പാദവിന്യാസങ്ങൾ, പാദകൃത, അതുകൊണ്ട് പാദപാദങ്ങളെ കൊണ്ട്, പദവിന്യാസങ്ങളെ കൊണ്ട് ചെയ്യപ്പെട്ടതായിട്ടുള്ള താളമേളം, താളങ്ങളുടെ മേളനം. ആ താളമേള മനോഹരം, മനോഹരം, താളങ്ങളുടെ മേളനം കൊണ്ട് അതിമനോഹരമായിട്ടുള്ളതായിട്ടുള്ള, അപ്പോൾ അവിടെ കാലുകൊണ്ടുള്ളതായിട്ടുള്ള കാൽവയ്പ്പ്, താളങ്ങൾ, ഓടക്കുഴൽ കൊണ്ടുള്ളതായിട്ടുള്ള താനദാനം, കളമായിട്ടുള്ളതായിട്ടുള്ള ഗാനങ്ങൾ, ഇങ്ങനെ എല്ലാം കൂടി യോജിച്ചതുകൊണ്ട് മനോഹരമായതും. പാണി സങ്കുണിത കങ്കണം, പാണികളിൽ ശബ്ദിക്കുന്നതായിട്ടുള്ള സങ്കുണിത കങ്കണം, കങ്കണത്തോടു കൂടിയതും. പാണി സങ്കുണിത കങ്കണം. പിന്നെ മുഹുരംസലംബിത കരാംബുജം,
വീണ്ടും വീണ്ടും കൂടെ കൂടെ ഗോപസ്ത്രീകളുടെ അംശങ്ങളിൽ വയ്ക്കപ്പെട്ടതായ കരാമ്പുജത്തോടു കൂടിയതും കൈകളോട് കൂടിയതും താമര പോലുള്ളതായിട്ടുള്ള അങ്ങയുടെ കൈകളോട് കൂടിയതും ഒരു വിശേഷണം മാറുന്നു. ശ്രോണിബിംബ ചലദംബരം, ശ്രോണിബിംബ ചലദംബരം, ശ്രോണിബിംബത്തിൽ അരക്കെട്ടിൽ ജഘനത്തിൽ ശ്രോണിബിംബം അവിടെ നിന്ന് അവിടെ ഇളകുന്നതായിട്ടുള്ള ആടിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ചലദംബരം, അമ്പരം വസ്ത്രം, ചലദംബരം ചലിക്കുന്നതായിട്ടുള്ള, അതായത് നൃത്തം വെക്കുന്നതായിട്ടുള്ള സമയത്ത് ആ തുടകളിൽ, ശ്രോണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും തുടയാണ്, അതായത് അരക്കെട്ടിലാണ് ഈ വസ്ത്രം കെട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ അവിടുന്ന് അയഞ്ഞു കിടക്കുന്നതായിട്ടുള്ള തുടകളിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നത് ആയിട്ടുള്ള അമ്പരത്തോടു കൂടിയത് വസ്ത്രത്തോടു കൂടിയതുമായിട്ടുള്ള രാസകേളിയുടെ രസഡംബരം, ഭഗവാന്റെ ആ രാസകേളിയുടെ മൂർച്ഛാവസ്ഥയെ ഭജിക്കുവിൻ, നിങ്ങൾ ഭജിക്കുവിൻ എന്ന് ശ്ലോകത്തിൻ്റെ അർത്ഥം. വേണുനാദകൃതതാനദാനകളഗാനരാഗഗതിയോജനാലോഭനീയ മൃദു പാദപാതകൃതതാളമേളന മനോഹരം പാണിസംഗുണിതകങ്കണം ചമുഹുരം സലംബിതകരാംബുജം ശ്രോണിബിംബചലദംബരം ഭജതരാസകേളിരസഡംബരം. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. വേണു തന്റെ കളഗാനരാഗമതു താണു പൊങ്ങുവതിനൊപ്പമായി മോഹനം ചുവടുവെച്ചു മെല്ലെ തവ താളമൊത്തതി മനോഹരം കൈകളാട്ടി വളതൻ ഘണാഘണമിടയ്ക്കു തോളിലവ വെപ്പതും ചേലയൂർന്നുരസി രാസകേളിയുടെ ഉത്സവം ബദ ഭജിക്കുവിൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.